ഒരു ഹലോ തരാൻ പറഞ്ഞപ്പോൾ ഇത്ര വലിയ ഹലോ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ആൻഡ് ദ ടൈം ഈസ് അറൌണ്ട് 6:15. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് റൂമിൽ പോവുക എന്നുള്ളതായിരുന്നു. അപ്പോഴല്ലേടാ ഫാമിലി ഗ്രൂപ്പിൽ മമ്മി കോഴിക്കട്ടയുടെ ഇമേജസ് അയച്ച് കൊതിപ്പിച്ചത്. അത് കണ്ട ഉടൻ കഴിക്കാനുള്ള ഒരു പൂതി കയറി. അപ്പൊ പിന്നെ ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. റൂമിൽ പോകാനുള്ള പ്ലാൻ എല്ലാം മാറ്റി വെച്ച് നമ്മൾ നേരെ ചായക്കടയിലേക്ക് എത്തി. ആള് ഇന്ന് ഇത്തിരി കലിപ്പിലാണ്. നമ്മൾ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. തേടി വന്ന സാധനം ചില്ലുകൂട്ടിൽ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. വേറെ എന്ത് വേണം, ലാസ്റ്റ് ഉണ്ടായ 2 പീസ് നമ്മൾ തന്നെ വാങ്ങിച്ചു. ഇതിപ്പോ എന്റെ ഇഷ്ട പലഹാരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ എപ്പോഴും ഇത് പ്രിഫർ ചെയ്യാറുമില്ല. പക്ഷേ കോഴിക്കട്ട് ശനിയാഴ്ചയായിട്ട് ഒരു കോഴിക്കട്ട കഴിച്ചില്ലെങ്കിൽ എന്ത് നഷ്ടാണിയല്ലേ. ഇതിപ്പോ എന്ത് പലഹാരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണ്. നാട്ടിലെല്ലാം സുലഭമായിട്ട് ചായക്കടകളിൽ കാണുന്ന ഒരു പലഹാരം കൂടിയാണ്. എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനിറ്റിയിൽ ഇത് വെറും ഒരു പലഹാരം മാത്രമല്ല, ഇതൊരു ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. 50 നോയമ്പിന്റെ, അതായത് ഈസ്റ്ററിനോടനുബന്ധിച്ച് എടുക്കുന്ന നോയമ്പിന്റെ 41ാം ദിവസം ശനിയാഴ്ചകളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണത്. വീഡിയോയിൽ മതം സംസാരിച്ചെന്നുള്ള കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഐ എം ജസ്റ്റ് ഷെയറിംഗ് ദി ഇൻഫോർമേഷൻസ്. കോമൺ ആയിട്ട് കിട്ടുന്ന ഈ ഒരു പലഹാരത്തിന് ഇന്നിപ്പോ എന്താ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതിന് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിറ്റി കൊടുത്തെന്ന് മാത്രം. വർത്തമാനം തകൃതിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പണ്ട്, അതായത് കുഞ്ഞിലെ ഈ കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് അമ്മേനെ സഹായിക്കുന്നതും അതിന്റെ ഫില്ലിങ്, അതായത് ആ ഒരു തേങ്ങ വിളയിച്ച പോഷൻ മാത്രം കിള്ളി തിന്നതും ഒക്കെ ഒരു കുട്ടിക്കാല ഓർമ്മകളായിട്ട് എനിക്ക് മനസ്സിൽ വന്നു കേട്ടോ. പിന്നെ കൂടെ ഒരു ചായ എല്ലാം കുടിച്ച് ഇനി റൂമിൽ പോകാനുള്ള പ്ലാനിലാണ്. എനിവേ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.